ആമേൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുപേരായിട്ട് ഓർത്ത് സ്തോത്രം ചെയ്യും, നന്ദി പറയുകയും ചെയ്യുകയാണ്. വായിച്ച വേദവാക്യത്തിൻ്റെ പ്രാരംഭ വാക്യത്തിൽ ഒന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. മതി, താങ്ക് യു. ഇവിടെ വായിച്ച സങ്കീർത്തന ഭാഗങ്ങൾ 113 മുതൽ 120 വരെയുള്ള തിരുവചന ഭാഗങ്ങൾക്ക് ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്ന എബ്രായ പദം സാമേഖ് എന്നുള്ള ഒരു എബ്രായ പദം. സാമേഖ് എന്നുള്ള എബ്രായ പദത്തിൻ്റെ അർത്ഥം അപ്ഹോൾഡ് എന്ന, അപ്ഹോൾഡ് വഹിക്കുക എന്താണ്, അല്ലെങ്കിൽ ടു സപ്പോർട്ട് ചെയ്യുക എന്നുള്ള പദമാണ് കേട്ടോ. അപ്പോൾ ഈ സാമേഖ് എന്നുള്ളതൊരു എബ്രായ പദമാണ്. പാസ്റ്ററെ, അതിൻ്റെ അർത്ഥമൊക്കെ ഇങ്ങനെ വിവരിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് വേദപുസ്തകത്തിനകത്തുള്ള കാര്യമായതുകൊണ്ട് നമുക്കത് പറയുന്നതിൽ തെറ്റില്ല. സ്തോത്രം. തുടർന്ന് പറയുന്ന 8 തിരുവചന ഭാഗങ്ങൾ ഈ ഒരു പദത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ സങ്കീർത്തനകാരൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2 പദങ്ങൾ, ഒന്നിലധികം പദങ്ങൾ അവിടെ അതിനർത്ഥമായിട്ട് നമുക്ക് കാണാം സാമേഖ് എന്നുള്ള എബ്രായ പദത്തിന്. എന്നാൽ അതിന് 2 ഉചിതമെന്ന് തോന്നുന്ന 2 പദങ്ങൾ ഏതാണ്? ഒന്ന് അപ്ഹോൾഡ് അല്ലെങ്കിൽ വഹിക്കുക, 2 സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തളർന്നതിനെ, ക്ഷീണിച്ചതിനെ, ആമേൻ ഹല്ലേലൂയ, കുനിഞ്ഞിരിക്കുന്നതിനെ, ആമേൻ ചലിക്കുവാൻ കഴിയാത്തതിനെ, ബലഹീനമായതിനെ സപ്പോർട്ട് ചെയ്യുക. ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കർത്താവായ യേശു ക്രിസ്തുവാ. അപ്ഹോൾഡ് ചെയ്യുക. നാം സ്വതവേ പറയാറുണ്ടല്ലോ, ഞങ്ങളെ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? ഓർക്കണമേ. അപ്പോൾ മറുപടി ഞാൻ ചിലപ്പോൾ ഇടാറുണ്ട്, ചിലപ്പോൾ നിങ്ങൾ ഇടാറുണ്ട്. വി വിൽ അപ്ഹോൾഡ് യു ഇൻ അവർ പ്രയേഴ്സ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യുന്നു? വഹിക്കാം. അപ്ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെ വീണു പോകാതെ, നശിച്ചു പോകാതെ, താഴെ വീണാൽ പൊട്ടി പാളീസായി പോകും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കേട്ടോ. താഴെ വീണ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചിതറിപ്പോകുന്നത് പോലെ ചിതറിപ്പോകും. അത് വീഴാതെ, അത് ആമേൻ തറയിൽ വീണ് ചിതറിപ്പോകാതെ, ആമേൻ അത് പൊട്ടിപ്പോകാതെ, അത് തകർന്നു പോകാതെ, അത് ഉന്മൂല നാശമില്ലാതെ, അത് ആമേൻ ഹല്ലേലൂയ പട്ടുപോകാതെ, ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ഈ പകൽ സ്വർഗം നമ്മെ കൊണ്ടുവന്നുവെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയും, ഹി അപ്ഹോൾഡഡ് മീ. ആമേൻ, അവൻ എന്നെ വഹിച്ചതുകൊണ്ട് ആമേൻ സ്വർഗം സന്നിധിയിൽ ഇന്ന് ഞാനായിരിക്കുന്നത്. അപ്പോൾ ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാ വഹിക്കുന്നത്? ചിറകിന്മേൽ. ഹി അപ്ഹോൾഡ്. ആമേൻ. അവൻ തൻ്റെ ചിറകുമേൽ തൻ്റെ കുഞ്ഞുങ്ങളെ വഹിക്കുക. എന്തിനാ വഹിക്കുന്നത്? കഴുകനോട് ചോദിക്കുമ്പോൾ കഴുകൻ പറയും, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വഹിക്കുന്നത് എന്തിനെന്നറിയാമോ? ആമേൻ, അവരെ പറക്കാൻ പഠിപ്പിക്കുമ്പോൾ, അവരതാ ആമേൻ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ചാടുമ്പോൾ താഴെയുള്ള കൂർത്തുമൂർത്ത കല്ലുകളിൽ തട്ടി അവർ തകർന്നു പോകാതിരിപ്പാൻ ഞാൻ അവർക്ക് താഴെ ചെന്ന് എൻ്റെ വിശാലമായ ചിറകുകൾ നിവർത്തും. നമുക്കറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഐ വിൽ അപ്ഹോൾഡ് ദം. ഞാൻ എൻ്റെ ചിറകുമേൽ അവരെ വഹിക്കും. തകർന്നു പോകാതെ, നശിച്ചു പോകാതെ നമ്മെ ഇവിടം വരെ കൊണ്ടുവന്നത് നമ്മുടെ ബുദ്ധിയോ, നമ്മുടെ കഴിവോ, നമ്മുടെ പണമോ, നമ്മുടെ കളറോ, നമ്മുടെ കുടുംബ മഹിമയോ ഒന്നുമല്ല. പിന്നെയോ പിന്നെ അതിൻ്റെ ചിറകിൻ കീഴിൽ പാർത്തത് കൊണ്ട് നാം തകർന്നു പോകാതെ സ്വർഗം ഇവിടം വരെ കൊണ്ടുവന്നത്. ആമേൻ, സ്തോത്രം. സമയവും കാലവും ആമേൻ ഹല്ലേലൂയ അനുഭവങ്ങളും വെച്ച് പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും, അയ്യോ ആമേൻ ഹല്ലേലൂയ ഞങ്ങൾ എന്നോ നശിച്ചു പോകേണ്ടവരാ. എനിക്ക് പറയാൻ കഴിയും, ആമേൻ എൻ്റെ ഈ ആയുസ്സിൽ ഹാഫ് സെഞ്ചുറി അടിച്ചപ്പോൾ എനിക്ക് പറയാൻ കഴിഞ്ഞു, ഒന്നല്ല 100 കണക്കിന് പ്രാവശ്യം ആമേൻ തകർന്നു പോകേണ്ട സ്ഥാനത്ത് നിന്ന് ദൈവം ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയതിൻ്റെ പുറകിൽ എൻ്റെ ക്വാളിറ്റി ഒന്നുമല്ലെന്ന്, പിന്നെയോ സ്വർഗം തൻ്റെ ചിറകിൻ കീഴിൽ മറച്ചത് കൊണ്ടാ. അപ്പോൾ നാം വായിച്ച വചനത്തിൻ്റെ ആമേൻ പ്രാരംഭ വശം ഇതാ. ഇനി വായിച്ച വചനത്തിലേക്ക്, ഇരുമനസ്സുള്ളവരെ എന്ത് ചെയ്യുന്നു? ദൈവം എന്ത് ചെയ്യുക? വെറുക്കുക. നമുക്ക് അവരെ സ്നേഹിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയാസവുമില്ല. എന്തെങ്കിലും പ്രയാസമുണ്ടോ? സ്തോത്രം, ഇല്ല. അത് മാനുഷിക സ്വഭാവമാണ്. ആമേൻ. ഇരുമനസ്സുള്ളവരെ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ താല്പര്യം, അല്ലേ? അങ്ങനെയല്ലേ? എന്ന് പറഞ്ഞാൽ ഇരുമനസ്സുള്ളവരെ ചേർത്ത് നിർത്തുവാൻ ആഗ്രഹം. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ അങ്ങനെയല്ല. ഐ ഹേറ്റ് ദി ഡബിൾ മൈൻഡഡ് പേഴ്സൺ. ഞാൻ എന്ത് ചെയ്യുക? 2 മനസ്സുള്ള. 2 മനസ്സുണ്ടോ? അതോ മനസ്സുണ്ടോ? അങ്ങനെ ഒരു ഓർഗൻ, അങ്ങനെ ഒരു ഓർഗൻ നമ്മുടെ ശരീരത്തിലുണ്ടോ?
ഇല്ല, ഇല്ലേ? സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് തലയിലാണോന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല, ഹൃദയത്തിലാണോന്ന് ചോദിച്ചാൽ എവിടെയോ ഉണ്ട്. കണ്ടുപിടിച്ചവരാരെങ്കിലും ഉണ്ടോ? വേദപുസ്തകമല്ല. സത്യമായിട്ട് മനസ്സ് എവിടെയാണെന്ന് പറയാൻ കഴിയുന്നവരുണ്ടോ? നമുക്കൊരു സൈക്കോളജിസ്റ്റിനോട് ചോദിക്കാം, അദ്ദേഹം മനഃശാസ്ത്ര വിദഗ്ധൻ. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, മനസ്സ് 3 ഉണ്ട്, ഇല്ലേ? ഏതൊക്കെയാണ് മനസ്സുള്ളത്? സൈക്കോളജി പഠിച്ചവരാരും ഇല്ല ഇവിടെ? എന്തോ വരുന്നുണ്ട്. പറഞ്ഞോ. ഏത് മനസ്സാ? ഉപബോധ മനസ്സ് അല്ലേ? അവബോധ മനസ്സ്, അത് ബോധമില്ലാത്ത മനസ്സാണോ? എനിവേ 3 മനസ്സുണ്ട്. അപ്പോൾ കാണുന്ന സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവബോധ മനസ്സിൽ നിന്നാണ്, അതിൻ്റെ ഉപബോധ മനസ്സിലോട്ട് വരും. അങ്ങനെ 3 ലെയറിൽ നിന്ന്, അതിൻ്റെ ഏറ്റവും ഡെപ്തിൽ നിന്ന് അത് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വരുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്കിങ്ങനെ ഓർമ്മയിൽ വരുന്നത്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, നിൻ്റെ പാപങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തു? സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഞാൻ പിന്നെന്ത് ചെയ്യില്ല, അത് ഓർക്കുകയില്ല. ഞാനല്ല, ദൈവം ഓർക്കുകയില്ല. പക്ഷെ നമ്മളൊക്കെ അത് ഇടയ്ക്ക് ഓർക്കും, അല്ലേ? ആരെങ്കിലും എന്നോട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതൊക്കെ ഇങ്ങനെ അടിയിലിങ്ങനെ കിടക്കുക, 3ാമത്തെ മനസ്സിൻ്റെ തലത്തിൽ കിടക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതെന്ത് ചെയ്യും? ഇങ്ങനെ പുറത്ത് വരും. നമുക്ക് 2 മനസ്സല്ല 3 മനസ്സാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കയറി ഇടയ്ക്ക് വരുമ്പോൾ തികട്ടി ഇങ്ങനെ വരും. അത് വരുമ്പോൾ പിന്നെ നമ്മെ പിടിച്ചാലൊന്നും കിട്ടുകയില്ല. സ്തോത്രം. കോപം വരും, ക്രോധം വരും, ദുശാഠ്യം വരും, ഒന്നപക്ഷം വരും, പക വരും, പിണക്കം വരും, ജാരശങ്ക വരും. അങ്ങനെ പര്യായ പദങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെട്ട് വരുമ്പോൾ, സ്തോത്രം, മറ്റുള്ളവർ പറയും, നിന്നെ കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചില ഭാര്യമാർ പറയും, ചില ഭർത്താക്കന്മാർ പറയും, നിന്നെ കൊണ്ടൊന്നും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതങ്ങ് മറന്നേക്ക്, എന്നേക്കുമായിട്ട് മറന്നേക്ക്. സ്തോത്രം. അതെല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും അനുഗ്രഹമുണ്ടോ? സ്തോത്രം. ഇവിടെ എൻ്റെ മുന്നിൽ ഇങ്ങനെ 17ഓളം കുഞ്ഞുങ്ങൾ ഇരിക്കുക. അവരൊക്കെ ഇങ്ങനെ ഈ വരും കർത്താവ് അനുവദിച്ചാൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രവേശിക്കേണ്ടവരാ. സ്തോത്രം. പാസ്റ്റ് അങ്ങനെ പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു ലഡു പൊട്ടി. സ്തോത്രം. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ആ ഒരു മേഖലയിലേക്ക് കടക്കേണ്ടവരാ. കുഞ്ഞുങ്ങളെ, ആമേ, ഹല്ലേലൂയ. വളരെ താഴ്മയോടും സൗമ്യതയോടും പ്രവേശിക്കേണ്ട, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഗ്രഹനിർമ്മാണ പദ്ധതിയാണ് ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്. അങ്ങോട്ട് കയറണമെങ്കിൽ നമുക്ക് വളരെ ക്ഷമ ആവശ്യമാണ് കേട്ടോ. സ്തോത്രം. വളരെ കുറേ കാര്യങ്ങളൊക്കെ നാം ഫോർഗെറ്റ് എവറിത്തിങ് എന്ന് പറയുന്നില്ലേ, നാം മറന്നു കളയണം, അല്ലേ? കുറേയൊക്കെ നമ്മൾ സാധാരണ പറയും, കുറേ ഒന്നും കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കണം. അപ്പോൾ കണ്ടില്ല കേട്ടില്ല എന്നല്ല, എല്ലാം അങ്ങ് മറന്നേക്കണം. സ്തോത്രം. അതാണ് നല്ലത്, അല്ലേ? എപ്പോഴും ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടി എപ്പോഴും കർത്താവ് പറയുന്നത് എന്താണ്? നീ എന്താ ചെയ്യുക? പിമ്പിലുള്ളതിനെ മറന്നേക്കാം, അങ്ങനെയല്ലേ കർത്താവ് പറയുന്നത്? നീ എന്ത് ചെയ്യാം? പുറകോട്ട് നോക്ക. അങ്ങനെ ചില വാക്കുകളുണ്ട്. പുറകോട്ട് നോക്കരുത്, പിമ്പിലുള്ളതിനെ മറന്നേക്കും. പിന്നെന്താണ്? പിന്നെ നിങ്ങൾക്ക് പറയാനുണ്ടോ? പിമ്പിലുള്ളതിനെ മറന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയതായി ഒന്ന് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? പുതുതായിട്ട്. കർത്താവ് പോലും നമ്മുടെ ആ സ്വഭാവമോ രൂപമോ നമ്മുടെ ചെയ്തികളോ ഒന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ, ആമേൻ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പാകെ നിൽപ്പാൻ യാതൊരു യോഗ്യതകളും നമുക്കില്ല. പക്ഷേ ക്രൂശിലെ രക്തത്താൽ അവൻ നമ്മെ മറച്ചതുകൊണ്ട് അവന്റെ മുമ്പിൽ സ്വർഗം നമ്മെ നീതിമാൻ എന്നൊരു ലേബൽ തന്ന് നിർത്തിയിരിക്കുകയാ. അതിന്റെ പുറകിൽ നിന്നുകൊണ്ട് സ്വർഗം പറയുക, ആ ഒരു ഉടുപ്പ്, ആ ഒരു അങ്കി നിന്നെ ധരിപ്പിച്ചതുകൊണ്ട് എനിക്ക് നിന്നോട് ചിലത് ചെയ്യുവാനുണ്ട്. അത് പുതിയതായ ചിലത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇരുമനസ്സുള്ളവരെ ദൈവം എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. നമുക്കറിയാം യാക്കോബ് 1-ലും യാക്കോബ് 4:8 ഇതിന് സവിസ്തരം പ്രസ്താവിച്ചിട്ടുണ്ടല്ലേ. യാക്കോബ് 4:8 പറയുന്നത് എന്താണ്? ഇരുമനസ്സുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? യു നീഡ് എ സാങ്ക്ടിഫിക്കേഷൻ. നിന്റെ മനസ്സിനെ എന്ത് ചെയ്യണം? ഹൃദയത്തെ ശുദ്ധീകരിക്കണം. അങ്ങനെയല്ലേ? ഒന്ന് വായിച്ചാട്ടെ. 4:8. ഇരുമനസ്സുള്ളവരെ എന്ത് ചെയ്യണം? കയ്യനും കാലിനും ശുദ്ധീകരിക്കണ കാര്യമല്ല പറഞ്ഞത്, മനസ്സിനെയാ ശുദ്ധീകരിക്കേണ്ടത്. മനസ്സ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച്, ആമേൻ, ഹല്ലേലൂയ, എന്തെങ്കിലും അതിനകത്ത് കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് പുറത്ത് കളയണം. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ, സഹോദരങ്ങളെ ഇവിടെ ശ്രദ്ധിക്കണേ, ഒരു ചോദ്യം കയറി വരിക. എങ്ങനെയാ പാസ്റ്റർ ഇത് ശുദ്ധീകരണം നടത്തേണ്ടത്? യേശുക്രിസ്തു അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ക്ലൻസിങ് എന്നുള്ള പദവും
സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. ക്ലൻസിങ് എന്നുള്ള പദത്തിൽ യേശു ക്രിസ്തു ശുദ്ധീകരണം എന്നുള്ള പദത്തിന് ജെറുസലേം ദേവാലയം എന്ത് ചെയ്തു? യേശു ക്രിസ്തു എന്ത് ചെയ്തു? ശുദ്ധീകരിച്ചു. ക്ലൻസിങ് ദ ടെമ്പിൾ. എന്താ നമ്മൾ വായിക്കുന്നത്? ദേവാലയ ശുദ്ധീകരണം. ശ്രദ്ധിക്കുക, കൂടെയുണ്ടോ? ഇവിടെ 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 ശ്രദ്ധിക്കുക. ദേവാലയ ശുദ്ധീകരണം. എന്താണ് ദേവാലയ ശുദ്ധീകരണം? ദേവാലയം പ്രാർത്ഥനാലയമായിരുന്നു. എന്നാൽ അതിനകത്ത് പൊൻ വാണിഭക്കാരെയും മൃഗങ്ങളെ വിൽക്കുന്നവരൊക്കെ കൊണ്ട് നിറഞ്ഞപ്പോൾ യേശു കർത്താവ് ചാട്ടവാർ ഉണ്ടാക്കി അവിടെയെല്ലാം മറച്ചിട്ടേച്ച് അവരെ അവിടെ നിന്ന് ഓടിപ്പിച്ചേച്ച് പറയുക, ക്ലൻസിങ് ദ ടെമ്പിൾ. എല്ലാത്തിനും പുറത്താക്കി. എന്തൊക്കെയാണ് പുറത്തു പോയത്? ഹലോ, എന്തൊക്കെയാണ് പുറത്തു പോയത്? ചെറിയ പ്രാവ് പോയി, ചിലർ കൊണ്ടുവന്ന എന്തു പോയി? ഒന്നും പോയില്ലേ? കൊച്ചനാട് പോയി, ആട് പോയി, മേ എന്ന് പറഞ്ഞേച്ച് ആട് വിട്ടു. അപ്പോൾ അത് അടുത്ത ആൾ പോയി. എന്താണ് അടുത്ത ആൾ പോയത്? കാളക്കുട്ടിയുടെ സൗണ്ട് എങ്ങനെയാ? അപ്പൊ കാളക്കുട്ടി പോയി. ഇതെല്ലാം അകത്തുനിന്ന് പോയി കേട്ടോ. ഈ ഇരുമനസ്സുള്ളവരെ, നിങ്ങൾ വെടിപ്പാക്കുമ്പോൾ എന്തൊക്കെ പോകും അകത്തുനിന്ന്? ഒന്ന് പറഞ്ഞാട്ടെ. കാളയൊക്കെ പോകും. ഇത് യാഗമഴിക്കാൻ, അയ്യോ കർത്താവിനോട് പറയാം, ഇത് ഞങ്ങൾ യാഗടിപ്പാൻ കൊണ്ടുവന്നല്ലേ. യാഗമൊക്കെ പുറത്ത്, അകത്ത് ശുദ്ധീകരണം ആവശ്യം. ശുദ്ധീകരിച്ചിട്ട് സ്തോത്രം പറഞ്ഞാൽ അത് ദൈവത്തിന് പ്രസാദം. ആമേൻ, സ്തോത്രം. ഈ പകൽ ശുദ്ധീകരിക്കണേ. ചിലത് കാളയൊക്കെ അകത്ത് കിടന്ന് ഇങ്ങനെ മൊക്കറയിടുക. കാളയൊക്കെ അകത്ത് കിടന്ന് ഇങ്ങനെ മുട്ടനാടൊക്കെ ഇങ്ങനെ കിടന്ന് അകത്ത് കിടന്ന് ചാടുന്നുണ്ട്. അതിനെല്ലാം പുറത്താക്കണം കേട്ടോ. അതിനെല്ലാം പുറത്താക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ചില കാളകളൊക്കെ പുറത്തു പോകണം. ആമേൻ, ഹല്ലേലൂയ. ചില അശബ്ദങ്ങൾ, ആമേൻ, ദൈവഹിതമില്ലാത്ത ചിലതൊക്കെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, മനസ്സിനകത്തുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഏതെങ്കിലും നിലയിലുള്ള വിദ്വേഷമോ പകയോ പിണക്കമോ ഏതെങ്കിലും കോപത്തിന് അനുഭവങ്ങളോ, കുഞ്ഞുങ്ങളെ നല്ല മാർക്ക് തരാത്തിന് ടീച്ചർമാരോട് ദേഷ്യമുണ്ടോ? ഞാൻ 7ൽ തോറ്റപ്പോൾ എനിക്ക് പറഞ്ഞു, എൻ്റെ അന്നം കൂട്ടി ടീച്ചർ എന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചതാ. സത്യത്തിൽ ഞാനൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. സത്യത്തിൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ടീച്ചറെ കാണുമ്പോഴൊക്കെ. 8ാം ക്ലാസ്സിൽ വന്നു, അവിടെയും പൊട്ടി. അപ്പോഴും ടീച്ചറെ ഭയങ്കര ദേഷ്യമാണ്. ഈ ടീച്ചർ കാരണമാണ്. പഠിക്കാത്തത് വേറെ പ്രശ്നം. ഇത് വിശ്വാസികളുടെ സ്വഭാവമാണ് കേട്ടോ. നമ്മൾ ഗുണം പിടിച്ച് നടക്കാത്തത് കൊണ്ടല്ലെന്ന് ദൈവം എനിക്ക് മനഃപൂർവ്വം തന്നതാ. അല്ലേലും ഇത് എങ്ങനെയാ? അങ്ങനെയൊന്നുമല്ല. നമ്മ നേരാത്തത് കുഴപ്പം. അങ്ങനെയൊന്നും അല്ലെന്ന് വിളസി നമ്മൾ നേരെയാകാത്തതാ കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് പറഞ്ഞു, ഇരുമനസ്സുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. ക്ലൻസിങ് ഓഫ് ദ ടെമ്പിൾ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. 1-ാമത്തെ ലേഖന യാക്കോബ് 1-ലോട്ടൊന്ന് വന്നേ. അതിൻ്റെ 7-8 വായിക്കില്ലേ വായിക്കുന്നത്? ഇങ്ങനെയുള്ളവർ കർത്താവിങ്കിൽ നിന്ന് എന്ത് ചെയ്യില്ല? ഒന്നും. അങ്ങനെ ഒരു വാക്യമല്ലേ ജോലി ഒന്ന് വായിച്ചേ. ഇങ്ങനെയുള്ളവൻ കർത്താവിൽ നിന്ന് വല്ലതും നിരൂപിക്കുമെന്ന്. കുഞ്ഞുങ്ങളെ വായിച്ചാട്ടെ, കുഞ്ഞുങ്ങൾ വായിച്ചാട്ടെ. മൈക്ക് കിട്ടിയവരുണ്ടല്ലോ, ഇവിടെ മൈക്ക് കിട്ടിയവരുണ്ടല്ലോ. വായിച്ചേ. 1-7 വായിച്ചേ. യാക്കോബ് 1-7 പെട്ടെന്ന് വായിച്ചേ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. വെരി ഗുഡ്, മോനാണ് വായിച്ചത്. ഇങ്ങനെയുള്ള മനുഷ്യൻ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, ദൈവം സൗഖ്യം നൽകുമെന്നും, ദൈവം എനിക്ക് വഴി തുറക്കുമെന്നും, ദൈവം എന്നെ സഹായിക്കുമെന്നും, ദൈവം എന്നെ കരുതുമെന്നും പുലർത്തുമെന്നും എന്നുള്ള ഏക ചിന്തയോടെ ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്നേച്ച് വെറും കൈയോടെ പോകാൻ ഇടവരരുത്. കാരണം ഇരുമനസ്സുള്ള വ്യക്തി ജീവിതത്തെ സ്വർഗ്ഗത്തിന് സഹായിപ്പാൻ കഴിയുകയില്ല. അങ്ങനെയുള്ളവൻ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കരുത്. അതിൻ്റെ അർത്ഥം ദൈവം കൊടുക്കുമെന്നാ. ദൈവത്തിന് കൊടുക്കാൻ ദൈവത്തിന്റെ കയ്യിൽ എന്തില്ല കുഞ്ഞുങ്ങളെ? ഒന്നിനും കുറവില്ല. ദൈവത്തിന്റെ കയ്യില് ദൈവം കൊടുക്കാൻ റെഡിയാ. വന്നോ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാമെന്നാ പറഞ്ഞു അല്ലേ? വന്നോ, നിങ്ങളെ ശപിക്കാമെന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോ? ഇല്ലല്ലോ. കർത്താവ് പറഞ്ഞു, വന്നോ, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കാം, നിങ്ങളെ നന്മകളാൽ. അങ്ങനെയല്ലേ പറഞ്ഞ? നന്മയാ നിന്റെ വായ്ക്ക്. സന്തോഷം ഇല്ലല്ലോ. അതൊന്നും പറയുമ്പോൾ തന്നെ ഒരു സന്തോഷവും ബലമൊക്കെ ഇങ്ങനെ കയറി വരണം. നന്മയാൽ കഷ്ടമാണെങ്കിലും ആമേൻ അരിയിടാൻ, ആമേൻ കലത്തിൽ അരിയില്ലെങ്കിലും പറഞ്ഞുകൊള്ളണം. അവൻ എൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. കുഞ്ഞുങ്ങളുടെ ഫീസ് അടപ്പാൻ പൈസ ഇല്ലേലും പറഞ്ഞോണം, അവൻ എൻ്റെ വായ്ക്ക് എന്ത് തരുമെന്നാ പറഞ്ഞത്? നന്മ കൊണ്ട് തൃപ്തി വരുത്തുമെന്നാ പറഞ്ഞത്. തൃപ്തി വരുത്തുമെന്നാ പറഞ്ഞത്. ആമേൻ, സ്തോത്രം. തൃപ്തി എപ്പോഴാ വരുന്നത്? എപ്പോഴാ ലക്കാശേ? ഭക്ഷണം കഴിക്കുമ്പോൾ തൃപ്തി വരാറില്ലേ?
എപ്പോഴാണ് വരുന്നത്? വയറ് നിറയെ കുറേ ചോറ് ചുമ്മാ കഴിച്ച തൃപ്തി വരുമോ? ഇല്ല. എന്തു വേണം? ചോറ് കറക്റ്റ് രീതിയിൽ വേവണം. ഇനി അത് വെന്തോ കൊണ്ട് ഗുണമുണ്ടോ? നല്ല കറി വേണം. ഏത് കറിയാണ് ഇഷ്ടം കൊച്ചിന്? പച്ചടിയോ ചിക്കനാണ്? ചിക്കൻ പലവിധം കറി. അപ്പോൾ നല്ല ചിക്കൻ കറി, എരിവും പുളിയും ഒക്കെ നല്ല മസാലയൊക്കെ പിടിച്ചെങ്കിൽ മാത്രമേ. ചുമ്മാ ഒരു വഴിപാട് കറി വെച്ച വല്ല കാര്യമുണ്ടോ? ചിക്കൻ കഴിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതിൻ്റെതായ മസാലയൊക്കെ പിടിച്ച് വരുന്ന ആ ചോറൊക്കെ ഒന്ന് കൂട്ടി പിടിച്ച് കഴിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? ഒരു ഏമ്പക്കമൊക്കെ വരുന്നത്. അതായത് ഏമ്പക്കം വിട്ടാൽ അതിനർത്ഥം അല്ലേ? തൃപ്തിയായെന്ന എന്ന് പറയുന്നത് പോലെ സ്വർഗം നമുക്ക് അനുഗ്രഹിച്ച് തരുമ്പോൾ ആ തരുന്ന നന്മ കൊണ്ട് തൃപ്തി വരും. പോരാ എന്ന് ആമേൻ പറയുവാൻ ഇടവരികയില്ല. ഇവിടെ നോക്കണമേ, മരുഭൂമി യാത്രയിൽ മന്ന കൊടുത്തപ്പോൾ അവർ തിന്ന് ആമേൻ ശേഷിക്കുന്ന നിലവാരത്തിൽ കാടയെ കൊടുത്തപ്പോൾ ഒരുവരും വേണ്ടെന്ന് പറഞ്ഞില്ല. 5,5000 പോഷിപ്പിച്ചപ്പോൾ അവർ എന്ത് ചെയ്തു? തൃപ്തി വന്നു. ആമേൻ അവർ ഭക്ഷിച്ചു തൃപ്തരായി. ശേഷിച്ച 12 കൊട്ട അവർ വീട്ടിലോട്ട് കൊണ്ടുപോയെങ്കിൽ ആമേൻ അപ്പന്റെ കയ്യിൽ ആമേൻ തരുവാൻ നന്മകളുണ്ട്. ഏത് നിലവാരത്തിലുള്ള നന്മയുടെ ആവശ്യവുമായി ഈ പകൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആമേൻ അതിന് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വായിച്ചത് 1:7 കുഞ്ഞു വായിച്ചത് ഇപ്രകാരമായിരുന്നു: ഇങ്ങനെയുള്ളവർ, ഇരുമനസ്സുള്ളവർ ഒന്നും എന്ത് ചെയ്യുന്നില്ല മക്കളെ? പ്രാപിക്കുന്നില്ല. ആമേൻ, സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കണമേ, പരീക്ഷയിലെ 10ലും ബോർഡ് എക്സാമും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാ. ദൈവം ജ്ഞാനം തരാൻ ആഗ്രഹിക്കുക, ദൈവം ജ്ഞാനം ബുദ്ധി തരാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ആള് മാറിയവരെ പോലെ കേട്ടോ. സ്തോത്രം. ഞങ്ങളുടെ കൂട്ടുകാർ പറയും, അയ്യോ അവൻ ഞങ്ങളൊപ്പം പഠിച്ചപ്പോൾ മാത്സിന് വളരെ 0 ആയിരുന്നു, മാത്സിൽ 2 മാർക്കാണ്. എന്നെ നോക്കി പറയാറുണ്ട്, മാത്സിൽ 2 മാർക്കായിരുന്നു. സ്തോത്രം. ആമേ, ഞാൻ ബികോമിന് പഠിക്കുമ്പോൾ ഞാൻ മാത്സ് ട്യൂഷൻ എടുക്കുക. സ്തോത്രം. കാരണം എന്തെന്നറിയാമോ? ദൈവത്തിലാണ് നിന്റെ ആശ്രയമെങ്കിൽ, നാം കാലത്ത് പ്രാരംഭത്തിൽ പാടിയതുപോലെ ആമേൻ ഹല്ലേലൂയ, അവൻ നിന്റെ മറവിടമാണെങ്കിൽ, അവൻ നിന്റെ ദൈവമാണെങ്കിൽ, അവൻ നിന്റെ എല്ലാം ആണെങ്കിൽ, അവൻ നിന്നെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. ആമേൻ, മറന്നു പോകരുത്. ആമേൻ, സ്തോത്രം. നാം വായിച്ച ആ വേദവാക്യത്തിൽ ആമേൻ 8ാമത്തെ വാക്യം വായിച്ചാട്ടെ. യാക്കോബ് ഇരുമനസ്സുള്ള മനുഷ്യനെ ദാണ്ട കിടക്കുന്നു. അവനെങ്ങനെയാ? അസ്ഥിര, ഒരു സ്ഥിരതയുമില്ല. ചില വിഷയങ്ങളുടെ മുഖത്ത് കുഞ്ഞുങ്ങൾ വായിച്ച് ആരഞ്ഞ് വായിക്കാനുള്ളത്? മാറി വായിക്കും. മൈക്ക് ഒരാളുടെ മുന്നിലല്ല, ഇപ്പറയുണ്ട്. അലീന ഇരിപ്പുണ്ട്. അലീനയിൽ കൂടെ അലീന എടുത്ത് വെച്ചിരിക്കുക വായിക്കാൻ വേണ്ടി. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലേക്കും ഇരുമനസ്സുള്ള മനുഷ്യൻ അസ്ഥിര. 10ാം ക്ലാസ് കഴിയുമ്പോൾ ഏത് നിലയിൽ പോകണമെന്ന് സ്ഥിരതയില്ലെന്ന്. അസ്ഥിരന. 12 കഴിയുമ്പോൾ അസ്ഥിരന. ബികോം കഴിയുമ്പോൾ അസ്ഥിരന. ഏതാ റൂട്ട് പിടിക്കുന്നത് അറിയത്തില്ല. തന്റെ വഴികളിലൊക്കെയും പഠിക്കുന്ന വിഷയത്തിൽ മാത്രമല്ലെന്ന് സകലമായ വിഷയത്തിലും അസ്ഥിരതയുടെ അനുഭവം കടന്നു പോരാൻ കാരണമുണ്ടെങ്കിൽ ആമേ ചില വിഷയത്തിന്റെ മുഖത്ത് ഒരു തീർപ്പെടുക്കാൻ കഴിയാതെ ആമേ നിലനിൽക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ ഹൃദയത്തിനകത്ത് ഇരുമനസ്സുണ്ടെന്ന. അപ്പൊ ഇരുമനസ്സിനെ എങ്ങനെ മാറ്റാമെന്ന് പ്രാരംഭമായി വായിച്ചു. 4:8 അവൻ എന്ത് ചെയ്യണം? ശുദ്ധീകരണം വരുത്തണം. അത് മാത്രം മതിയോ? നിന്റെ ഇരുമനസ്സ് മാറണമെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ആമേൻ, സ്തോത്രം. പ്രവാചകന്റെ ശബ്ദമല്ല, പാസ്റ്ററുടെ ശബ്ദമല്ല. ആമേൻ, ഈ പകൽ ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടുകൊള്ളൂ. ദൈവത്തിന്റെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ഒരു മനുഷ്യനും ആമേൻ നിന്റെ വടിയെ തകർപ്പാൻ കഴിയുകയില്ല. യോശുവ പേടിച്ചു നിൽക്കുക. ആമേൻ, മോശയാണെങ്കിൽ ഇതാ നെബോയുടെ പർവ്വതത്തിന്റെ മുകളിൽ അവനെ ദൈവം ഇറക്കി. ആമേൻ, ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കുക. മുമ്പിൽ നിൽക്കുന്ന 30 ലക്ഷം ജനങ്ങൾ. ആമേൻ, വാഗ്ദത്ത നാട് അതിവിദൂരെ. എങ്ങനെ ഓടിയെത്തും? എങ്ങനെ ജനത്തെ മേയിച്ചു കൊണ്ടുപോകും? ആമേൻ, മത്സരികളായ ഇസ്രായേൽ ജനം കട്ടക്ക് ആമേൻ യോശുവയുടെ മുഖത്ത് നോക്കി തുറുപ്പിച്ച് നിൽക്കുമ്പോൾ ഇവനത് ഭയത്തോടെയല്ല പറയുന്നത്. ആമേൻ, ഇവനോട് ദൈവം പറയുക, നീ മുന്നോട്ട് പോക്കോ. ആമേൻ, നീ ധൈര്യമുള്ളവനായി, നീ ബലമുള്ളവനായി പോക്കോ. ആമേൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ പകൽ ആമേൻ വഴി ഏതെന്നറിയാതെ, ദിക്കേതെന്നറിയാതെ, എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, എൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ആമേൻ പ്രതിസന്ധിയിലായിരിക്കുന്ന ജീവിതമേ, ദൈവത്തിന്റെ ശബ്ദം ഈ പകൽ കേൾക്കുന്നുവെങ്കിൽ സ്വർഗം പറയുന്നു, ഞാൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാ.
അല്ലേ? നിസ്സാര കാര്യമല്ല കേട്ടോ. 30 ലക്ഷം പേര് അന്നുണ്ട്. ഇന്നത്തെ യഹൂദിൻ്റെ സ്വഭാവം വെച്ച് ഇന്നത്തെ യഹൂദിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് പേപ്പറിൽ കാണാം. ആമേൻ, സ്തോത്രം. ഒന്നിനെ വിട്ടുകൊടുത്താൽ 100 ഞങ്ങൾ വിട്ടുവരും അല്ലേ? ഇന്നലെ 6 പേരെയാണ് വിട്ടത്. എത്ര പേരെ ഇന്നലെ വിട്ടേ? ഇന്നലെ 6 ബന്ദികളെ വിട്ടപ്പോൾ അപ്പുറത്ത് എത്ര പേരെ വിട്ടു? 600 പേര് അല്ലേ? അങ്ങനെയല്ലേ വിട്ടത്? ഒരു യഹൂദിന് 100 മറ്റേ തടവക്കാർ എന്ന് പറഞ്ഞാൽ അവർ 100 ഉണ്ടെങ്കിൽ ഇവൻ 1 മതി. അവൻ 100 ഉണ്ടെങ്കിൽ ഈ 100 എണ്ണം ഉണ്ടെന്ന് പറയുന്ന ആളുകളുടെ സ്വഭാവം നമുക്കറിയാം അല്ലേ? അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ജോൺസേട്ടാ? അവരെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പറ്റുമോ? അവരുടെ സ്വഭാവം അവരുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ സഹിക്കാം. അപ്പോൾ ഈ ഒരു യഹൂദിനെ സഹിക്കാന്ന് പറഞ്ഞാലോ ചുമ്മാതല്ല അവരുടെ മേലൊക്കെ ആളുകൾ മെതിവണ്ടി കയറ്റുന്നത്. അവരങ്ങനത്തെ സ്വഭാവമുള്ളവരാ. പക്ഷെ അങ്ങനെ സ്വഭാവമുള്ളവനെ നയിക്കുന്ന യോശുവയോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നീ പൊയ്ക്കോ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അമേ സ്തോത്രം. കാരണം നീ എനിക്ക് വേണ്ടി നിന്നവനാ. അമേ സ്തോത്രം. ഉറ്റു നോക്കാൻ പോയപ്പോൾ 10 പേർ എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ, എൻ്റെ മഹത്വത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ, നീയും കാലേബും എനിക്ക് വേണ്ടി അമേ നിന്നതുകൊണ്ട് ഞാൻ നിന്നെ തള്ളുകയില്ല. ഞാൻ നിന്നോട് കൂടെ നിൽക്കുന്നവനാ. അമേ ലോകം തള്ളിക്കളയുമ്പോഴും നീ കർത്താവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ, ദൈവ ശബ്ദത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ, സ്വർഗം പറഞ്ഞു അവൻ ഈ ശക്തിയോടെ പോയിക്കൊള്ളുക, നീ ഇന്നയോട് കൂടെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എത്ര നല്ല മധുരമായ വാക്കല്ലേ? സ്തോത്രം. ഇരുമനസ്സില്ല യോശുവയ്ക്ക്. അവിടെ ഇരുമനസ്സില്ല. ആമേ, യോശുവയ്ക്ക് ഒറ്റ മനസ്സേ ഉള്ളൂ, അത് കാനാൻ ദേശമാ. കാരണം അവൻ കണ്ടതാ. ആമേൻ. ഒറ്റു നോക്കാൻ പോയപ്പോൾ ആമേൻ കൺകുളിർക്കെ കണ്ടതാ. ചിലത് അവിടെ നിന്ന് കൊണ്ടുവന്നതാ. അവൻ പറയുന്നു, ആമേ, ഞാൻ അതിനെ പിടിച്ചടക്കും. ആമേ, ഞാൻ അതിനെ അവകാശമാക്കി തീർക്കും. ചില ദൈവമക്കളുടെ ചില ദൂത് പറയുകയാ. ആമേ, കഴിഞ്ഞ നാളുകൾ ചിലത് കണ്ടിട്ടുണ്ട്, എന്നാൽ അവകാശമാക്കാൻ കഴിയാതിരിക്കുന്നത് നിന്റെ മനസ്സിലെ ഭയമാ. അവൻ ചിലതിനെ നിന്നെ കാണിച്ചിട്ടുണ്ട്, അതിനെ നിന്റേതായി തീർക്കാൻ കഴിയാത്തത് നിന്റെ അകത്തുള്ള ഭയമാ. ഈ ദിവസങ്ങൾ നിന്റെ ഭയത്തെ ശാസിക്ക്. അവൻ നിന്റെ ഇരുമനസ്സിനെ മാറ്റിക്കള. സ്വർഗമായി നിന്റെ മുമ്പിൽ ഇറങ്ങി വന്ന് അവൻ നിനക്ക് വേണ്ടി വഴി തുറന്നു തരുന്ന ദൈവമാ. അത് വെളിപ്പെട്ടു വരട്ടെ. ദൈവിക വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. അതിന് മറഞ്ഞിരിപ്പാൻ കഴിയുകയില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തനിച്ചാണെങ്കിൽ തനിച്ചു നിന്നോ, കർത്താവിന് വേണ്ടി നിന്നോ. ആമേൻ, ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ അത് നിന്റെ തലമുറയ്ക്കകത്തുകൂടെ വെളിപ്പെടുത്തി തരുമെന്ന് സ്വർഗം ചിലരുടെ ദൂത് പറയുക. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഈ സഭയുടെ ചാർജ് എടുത്തപ്പോൾ പറഞ്ഞതല്ലേ? സ്തോത്രം. മുമ്പിൽ 2 വഴിയാണ് നിൽക്കുന്നത്. സ്തോത്രം. ഈ സഭയുടെ ചാർജ് അല്ലാതെ 2 വഴി മുന്നിൽ നിൽക്കുക. ഒന്ന് അബുദാബിയിൽ ഒരു ചെറിയ സഭയുടെ ശുശ്രൂഷകനായിട്ട് പോകാം. മറിച്ച് ഞാനായിരുന്ന ഖത്തറിൽ സ്തോത്രം നല്ലൊരു ജോലി. സ്തോത്രം. ഏകദേശം ഒരു 1,30,000 രൂപ ശമ്പളമായിട്ട് കയ്യിൽ കിട്ടും. പിന്നെ അവിടുത്തെ സഭയുടെ ചാർജ് 2,500-3,000 രൂപ വരെ എനിക്ക് മാസം റിയാൽ തരും. അതൊരു 60,000 രൂപ 70,000 രൂപ കിട്ടും. അങ്ങനെ ഒരു 2 ലക്ഷം എൻ്റെ പോക്കറ്റിൽ, സ്തോത്രം, എനിക്ക് ഒന്നുമില്ലാതെ എൻ്റെ പോക്കറ്റിൽ വെക്കാം കേട്ടോ. അങ്ങനെ മേടിച്ചു കൊണ്ടിരുന്നുകൊണ്ട് ആമേ സ്തോത്രം വർഷങ്ങളായിട്ട് ദൈവം ചില ഒരുക്കിയ വഴികളുണ്ടായിരുന്നു. എൻ്റെ മുമ്പിൽ സാധ്യതകൾ നിൽക്കുക. ഏത് വഴി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. മാനുഷിക ബുദ്ധി പറഞ്ഞു, ആമേൻ, ഇങ്ങോട്ട് പോയിക്കോ. വയസ്സ് അധികമൊന്നും ആയിട്ടില്ലല്ലോ, 50നോട് അടുക്കുകയല്ലയോ. കുഞ്ഞുങ്ങളൊക്കെ കാലമായിട്ടില്ലല്ലോ, അവർ പറന്നു തുടങ്ങിയിട്ടില്ലോ, പോയിക്കോ. പക്ഷെ ഞാൻ പറഞ്ഞു, പോയതാ. ഇനി കർത്താവ് പറയാതൊരു പോക്കില്ല, ദൈവം പറയാതൊരു പോക്കില്ല. ദൈവത്തിൻ്റെ ശബ്ദത്തിനല്ലാതെ ഞാൻ പോകുകയില്ല. ഞാനൊരു ഉറച്ച തീരുമാനമെടുത്തു. സ്തോത്രം. എൻ്റെ കൂടെ നിൽപ്പാൻ, എനിക്ക് ആലോചന പറഞ്ഞു തരുവാൻ ഒരു പ്രവാചകനോ ഒരു സുഹൃത്തോ ഒരു സഹോദരനോ ഒരു വിശ്വാസി എന്നോട് കൂടെ ഇല്ലാതിരിക്കുമ്പോൾ എൻ്റെ ഇടത്തൊറ്റ തീരുമാനമാ. അമേ സ്തോത്രം. അന്ന് രാത്രി ഞാൻ കേട്ട ദൈവശബ്ദം എന്നോട് വ്യക്തമായി സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, അമേ, ഞാൻ നിന്നെ പരിപാലിക്കും, ഞാൻ നിന്നെ വഴി നടത്തും, ഞാൻ നിനക്ക് ചുറ്റും തീ മതിലായിരിക്കും, നീ പോയിക്കൊള്ളുക. ആമേ, സാധ്യതകളെയല്ല നോക്കേണ്ടത്, ദൈവ ശബ്ദത്തെയാ നോക്കേണ്ടത്. ആമേൻ, ഹല്ലേലൂയ. മുമ്പിലുള്ള ബ്ലെസ്സിങ്ങിനെയല്ല നോക്കേണ്ടത്, പുറകിലുള്ള ദൈവ ശബ്ദത്തെയാ കേൾക്കേണ്ടത്.
നീ നടക്കുമ്പോൾ മന്ദമായ ഒരു നിന്റെ ശബ്ദം കേൾക്കും കേട്ടോ. അവൻ കേൾപ്പിക്കുന്ന ദൈവമാ. എന്നെ ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളെ, ഒരു പക്ഷേ ഇവിടെ അത്യുച്ചത്തിൽ പ്രസംഗിക്കുമ്പോൾ അരോചകമായി തോന്നാം. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, അവൻ പുറകിൽ നിന്ന് പറഞ്ഞ ശബ്ദം അവൻ കേൾപ്പിക്കും. ഇപ്രകാരമാ പറഞ്ഞത്, വഴി ഏതെന്നറിയാതെ നിൽക്കുമ്പോൾ ഇതാ പുറകിൽ നിന്നൊരു ശബ്ദം മന്ദമായി, വഴി ഇതയാകുന്നു, ഇതിലേ പോയിക്കൊള്ളുക. ആമേൻ. അവൻ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. പ്രൈസ് ഗോഡ്. ഒത്തിരി കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ പറയണമെന്നുണ്ടെങ്കിലും തിടുക്കത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവചനം 29 അധ്യായം അതിൻ്റെ 13 വാക്യത്തിൽ ഈ ഇരുമനസ്സുള്ള സ്വഭാവത്തെ പറ്റി ഒന്നും അവിടെ എടുത്തു പറയുന്നുണ്ട്. ശ്രദ്ധിക്കൂ, അവർ ബഹുമാനം തരുന്നുണ്ട്, അവർ സ്തുതി പറയുന്നുണ്ട്, സ്തോത്രം പാടുന്നുണ്ട്, ഹല്ലേലൂയ പറയുന്നുണ്ട്. ഈ ജനം എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തു വരുന്ന ദൈവം, അടുത്തു വരുന്ന ജനമാണ്. അവർ വായിക്കൊണ്ട് എന്നെ സ്തുതി പാടുന്നുണ്ട്, എൻ്റെ വലിയ കാര്യങ്ങളൊക്കെ വർണ്ണിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷേ എങ്കിലും അടുത്ത വാക്യം ഇവിടെ കുഞ്ഞുങ്ങൾ വായിച്ചേ. ഈ ജനം അടുത്തു വന്ന് വായിക്കൊണ്ടും മധുരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു. ജനം അടുത്തു വരുന്നു. ആ കാര്യത്തിൽ ഒരു മിടുക്കരാ അല്ലേ? ഇന്നത്തെ ഒട്ടുമിക്ക പെന്തക്കോസ്തുകാർ എങ്ങനെയാ? കൺവെൻഷൻ ഉണ്ടോ, അടുത്തു വരും. ഉപവാസ പ്രാർത്ഥന ഉണ്ടോ, അടുത്തു വരും. പ്രവാചകനുണ്ടോ, ഡബിൾ അടുത്തു വരും. പിന്നെ പാട്ടുണ്ടോ, പാട്ട് സന്ധ്യയുണ്ടോ, പാട്ട് സന്ധ്യ കാണാൻ വരും എന്ന് പറഞ്ഞാൽ ഗാന സന്ധ്യ. ഇനി കുട്ടികളുടെ പരിപാടി ഉണ്ടോ, മുന്നിലുണ്ട്. യൂത്തിന്റെ പരിപാടി ഉണ്ടോ, പുറകിലല്ല, ഏറ്റവും മുന്നില, സകലത്തിലും മുന്നില, എല്ലാത്തിലും അടുത്തു വരിക കേട്ടോ. ജനം അടുത്തു വന്നു. അടുത്തെന്താണ്? വായിക്കൊണ്ട് അതരം കൊണ്ട് ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ അല്ലേ? എന്നോ കൈവീശലൊക്കെ, പാസ്റ്റർ ഭയങ്കര കൈവീശലായിരുന്നു, എന്നോ കൈവീശല, സ്തോത്രം. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ യൂട്യൂബുകളിൽ നമുക്കറിയാം പാട്ടുകൾ പാടും. ന്യൂ ജനറേഷൻ എന്നാ പറയുന്നത്, ഡാൻസും പാട്ടും പരിപാടികളൊക്കെ അല്ലേ? എന്തോരം കുട്ടികളാണ്. നമ്മളൊക്കെ ഒരു പരിപാടി വെച്ചാൽ ഇവിടെ ചങ്ക് കയറി പാടിയാൽ എൻ്റെ ജോബിഷ് ബ്രദർ, കുട്ടികൾക്ക് ഒരു അനുകൂലം, അവർക്ക് ഇത് ഇങ്ങനെ ഇരിക്കും. ഞങ്ങളൊക്കെ ഇത് കുറേ കണ്ടതാ അല്ലേ? ഞാനിവിടെ ഇറങ്ങി നിന്നു, സ്റ്റേജ് വിട്ടച്ച് ഇറങ്ങി, കൈയടിക്കണം, കണ്ണൊക്കെ ഉരുട്ടി കാണിക്കുന്നു എന്നൊക്കെ, ഒരു അനക്കവുമില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. അടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? അതരം കൊണ്ട് എന്ത് ചെയ്യുന്നു? അപ്പോൾ ഗീവ് ദ റെസ്പെക്ട് ഗോഡ് ത്രൂ അവർ എന്താണ് ബാഹ്യമായ പ്രകടനങ്ങൾ, ത്രൂ അവർ പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസ് കൊണ്ട് നമ്മൾ ദൈവത്തെ ബഹുമാനിക്കാൻ ശ്രമിക്കുക. പക്ഷെ ദൈവം എന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെയാണ് നോക്കുന്നത് അല്ലേ? താഴോട്ട് വായിച്ച്, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ വായിച്ചു, കുഞ്ഞു വായിച്ചു. എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ ചർച്ചിലോട്ട് വരുമ്പോൾ അവർ വീട്ടിലോട്ട് അകറ്റി വെച്ചിരിക്കുക. എന്താ അകറ്റി വെച്ചിരിക്കുന്നത്? ഹൃദയം കേട്ടോ. മറ്റേ കുരങ്ങിൻ്റെ മുതലയുടെയും കഥ കേട്ടിട്ടില്ലേ? നമ്മൾ കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടില്ലേ? കുരങ്ങനും മുതലയും. അപ്പോൾ കുരങ്ങനെ കണ്ടപ്പോൾ കുരങ്ങൻ്റെ ഹൃദയം കഴിക്കാനായിട്ട് മുതലയുടെ ഭാര്യയ്ക്ക് ഭയങ്കര താല്പര്യം. അപ്പോൾ കുരങ്ങൻ എങ്ങനെയോ വന്ന് അബ്ദത്തിൽ എവിടെ പെട്ടതാ അല്ലേ? അങ്ങനെയില്ലേ കഥ? അങ്ങനെയില്ലേ? കുട്ടികൾ പറഞ്ഞു അത് തന്നെയാണ്, അത് എനിക്ക് തെറ്റില്ല. അപ്പോൾ മുതലച്ചാര് പറഞ്ഞു, എടാ നിൻ്റെ ഹൃദയം എൻ്റെ പെണ്ണുമ്പിള്ളയ്ക്ക് വേണം. അപ്പോൾ ആ കുരങ്ങിന്, അയ്യോ എൻ്റെ ഹൃദയം എവിടെ വെച്ചിരിക്കുക? ഞാൻ മരത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുക. ഇപ്പോൾ എന്നെ വിട്ടാൽ ഞാൻ എന്ത് ചെയ്യും? അത് പോയിട്ട് ഇടുത്ത് താഴേക്ക് വരാം. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോ സ്കൂളിലൊക്കെ പഠിപ്പിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഏത് ക്ലാസ്സിലായിരുന്നു? ആരോ ക്ലാസ്സിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഏതോ ക്ലാസ്സിലുണ്ടെന്ന്. ഇപ്പോഴത്തെ തന്നെ ഞങ്ങൾ ഓർക്കണില്ല, പിന്നെയാണോ പഴയ കാര്യങ്ങളൊക്കെ പാസ്റ്റർ പറഞ്ഞത് പണ്ടത്തെ വിട്ടുകളയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് പുതുതായിട്ട് ചെയ്യും. എനിവേ, അപ്പോൾ ഈ കുരങ്ങ് ഇത് അത് ഒരു എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞതാ. ഒരു ഇതുപോലെയാ, എല്ലാം ഉണ്ട്, പക്ഷേ കൊണ്ടുവരേണ്ട സാധനം കൂടെ കൊണ്ടുവന്നിട്ടില്ല. ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ, വീട്ടിൽ വെച്ചിട്ടാണോ പോന്നിട്ടുള്ളത്? ചില ഹൃദയമൊക്കെ കൊണ്ടുവരാതിരിക്കുന്നതാണ് പാസ്റ്റർക്കും സഭയ്ക്കും ഒക്കെ നല്ലതെന്നാണ് വെപ്പ്. കാരണം അപ്പോൾ ഹൃദയം എന്ത് ചെയ്തു? അവർ ദൂരത്ത് വെച്ചിരിക്കുക അല്ലേ? ദൂരത്ത് മറന്നു കളഞ്ഞതാണോ? എങ്ങനെ വെച്ചിരിക്കുന്നത്? ദൂരത്ത് അകറ്റി വെച്ചിരിക്കുക. അവർക്ക് പോലും കൈ തൊടാൻ പറ്റില്ല, ദൂരത്ത് അകറ്റി വെച്ച്. ഇനി ആരും വന്ന് തൊടണ്ട കേട്ടോ. ഞാൻ അതിൻ്റെ സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുക. എൻ്റെ പൊന്നു ദൈവമക്കളെ, കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാകുന്നു. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവ് ഇന്ന് ശോധന ചെയ്തിട്ടുണ്ട് കേട്ടോ.
അടുത്ത വാക്യം, എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ. അതാണ് ഏറ്റവും കൂടുതൽ പെന്തക്കോസ്തുകാർക്ക് മനഃപ്പാഠമാക്കിയ പ്രാർത്ഥന അല്ലേ. എന്നും ഒരേ ലെവലിലാ. കർത്താവ് ആഗ്രഹിക്കുന്നത് മാറ്റി പിടിക്കാനാണ്, ഒന്ന് പുതിയത് തരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് കേട്ടോ. എന്നും ഒരു ലെവലുള്ള ആത്മീയതയല്ല, മനഃപ്പാഠമാക്കിയ. നമുക്ക് എഴുതി വെച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ കത്തോലിക്കായിരുന്നപ്പോൾ ഞങ്ങളൊക്കെ പറയുമായിരുന്നു, ഞങ്ങൾക്ക് എഴുതി വെച്ച പ്രാർത്ഥനയുണ്ട്, എഴുതി വെച്ച കുർബാനയുണ്ട്. 41-ൻ്റെ കുർബാന വേറെ, പാട്ടു കുർബാന വേറെ, പെരുന്നാളിൻ്റെ കുർബാന വേറെ, പാട്ടു കുർബാന വേറെ, അങ്ങനെ പല പല കുർബാനകൾ എല്ലാം എഴുതി വെച്ചിട്ട്. അച്ഛൻ ആ പുസ്തകം കപ്പിയാരെ ആ പാട്ടുപുസ്തകത്തിൻ്റെ പാട്ടു കുർബാനയാണ് നീ മറ്റേ ഇതങ്ങ് മാറ്റി വെച്ച് പാട്ടു കുർബാനയെ കൊണ്ടുപോകാം. അപ്പോൾ പാട്ടു കുർബാനയുടെ പുസ്തകം അച്ഛനോട്, അച്ഛൻ നോക്കി അങ്ങ് വായിച്ചു വിട്ടാൽ മതി, പുള്ളി പിടിച്ചോളുന്ന അച്ഛൻ പറഞ്ഞേ. മോളിലിരിക്കുന്ന പുള്ളി അച്ഛൻ പറഞ്ഞതൊക്കെ പിടിച്ചോളും. കാരണം അത് എഴുതി വെച്ച ലിഖിതമായ കുർബാനയാണ്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല, ഞങ്ങളൊക്കെ ആത്മാവ് നടത്തുന്ന പോലെ പോകുന്നവരാ. പക്ഷെ നമുക്കുള്ള സംഗതി ആത്മാവ് നടത്തുന്ന പോലെ. നമുക്കുള്ള സംഗതി എന്താണ്? മനഃപ്പാഠമാക്കിയ പ്രാർത്ഥന, മനഃപ്പാഠമാക്കിയ വിശ്വാസം, മനഃപ്പാഠമാക്കിയ ആത്മീയ പ്രകടനങ്ങൾ. സ്വർഗം പറഞ്ഞു അത് മാനുഷ്യ കൽപ്പനയാ. ഇതിലേ ഇന്ന് നമുക്ക് വേണ്ടത് മാനുഷ്യ കൽപ്പനയല്ല, ദൈവത്തിൻ്റെ കൽപ്പനയുടെ ആമേൻ ഹല്ലേലൂയ വെളിപ്പെടുത്തലുകളാ. അത് വേണമെങ്കിൽ നാം എന്തു ചെയ്യണം? നമ്മുടെ ഇരുമനസ്സിനെയൊക്കെ മാറ്റി ആമേൻ സ്വർഗം പറയുന്ന നിലവാരത്തിൽ അത് നാം മുന്നേറണം. ഞാൻ ആ വാക്യം വിട്ടു, 114-ാമത്തെ വാക്യം. ഇവിടെ ബോയ്സിൻ്റെ വശം ഒരാൾ വായിച്ചേ, 114, 119-ന്റെ 114 പെട്ടെന്ന് വായിച്ചു വിട്ടു. വെരി ഗുഡ്. നീ എൻ്റെ മറവിടവും. ഞാൻ ഇന്ന് പാട്ട് നമ്മൾ 1-2 പല ഭാഗങ്ങളിൽ നിന്ന് പാടി അല്ലേ. മറവിടമായി എനിക്ക് എൻ്റെ യേശുവുണ്ട്. മുന്നേ പാടിയത് എന്താണ്? അവൻ മറക്കുകയില്ല, അവനെൻ്റെ അല്ലേ. 8-ാമത്തെ നമ്മുടെ ആ പാട്ടിൽ, കൺവെൻഷൻ പാട്ടിൽ 8-ാമത്തെ പാട്ടിൽ അല്ലേ. അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഈ സങ്കീർത്തനവുമായി എങ്ങനെയോ ഇന്ന് കാലത്ത് അത് പാടണമെന്ന് പറഞ്ഞു. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൻ്റെ പ്രധാന ഭാഗങ്ങളും അതാ. ആ മെസ്സേജ്, എൻ്റെ സങ്കീർത്തനത്തിന് പൂർണ്ണമായിട്ടുള്ള മെസ്സേജോട് ഞാൻ വന്നിട്ടില്ല. സ്തോത്രം. അതെങ്ങനെയാണ്? നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു. ആർക്കാണ് ദൈവം മറവിടവും പരിചയമാകുന്നത്? അതിൻ്റെ ബി പാർട്ടിൽ വായിക്കുന്നു. എന്താ വായിച്ചേ? ഞാൻ നിന്റെ തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവന് സ്വർഗത്തിലെ ദൈവം മറവിടവും പ്രത്യാശയുമാണ്. ആമേൻ. ഈ പകൽ മനുഷ്യനിൽ പ്രത്യാശ വെച്ചവർക്കല്ല, മനുഷ്യനിൽ ആശ വെച്ചവർക്കല്ല, ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളിൽ ആശ്രയം വെക്കുന്നവർക്കല്ല, ദൈവത്തിലാണ് കുഞ്ഞെ പ്രത്യാശ എങ്കിൽ ഈ പകൽ എഴുതിയിട്ട് കൊള്ളുക, നിന്റെ മറവിടമായി, നിന്റെ പരിചയായി സ്വർഗത്തിലെ ദൈവം നിന്നോട് കൂടെയുണ്ട്. സങ്കീർത്തനം 91-1 കാണപാഠമാ. എന്താണ്? അത്യുന്നതന്റെ മറവിൽ വസിക്കുക. ആമേൻ. അപ്പൊ മുമ്പേ നിൽക്കുന്നത് ആരാ? അത്യുന്നതന. ആമേൻ. അതെന്താണ്? ആമേൻ. ഉഷണം തട്ടുകയില്ല, വെയിലത്ത് വാടിപ്പോകുകയില്ല. ആമേൻ. മരുഭൂമിയിൽ ജലമില്ലെന്ന് പറഞ്ഞ് നിർജീവമായ അവസ്ഥയിലായി തീരുകയില്ല. അതെങ്ങനെയാണ്? അസ്ഥികളുടെ താഴ്വരയാണെങ്കിലും അത് ഉണങ്ങി വരണ്ടിരിക്കുകയില്ല. പിന്നെയോ അത്യുന്നതന്റെ മറവിൽ വസിച്ചാൽ, ആമേൻ, അസ്ഥിയുടെ അനുഭവമാണെങ്കിലും അതിന്മേൽ ജീവൻ വ്യാപരിക്കും. ആമേൻ. അത്യുന്നതന്റെ മറവിൽ വസിച്ചാൽ സ്വർഗം പറയുന്നു അത് എത്ര, ആമേൻ, ഹല്ലേലൂയ, കയറി വരുവാനുള്ള സാധ്യത ഇല്ലാത്ത സാഹചര്യമാകട്ടെ, ഞാൻ അതിനെ പൊക്കി ഉയർത്തി കൊണ്ടുവരും. അതുകൊണ്ട് അത്ര വചനം പറയുന്നത്, ദരിദ്രനെ ഞാൻ എന്ത് ചെയ്യുന്നു? കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. ഒരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിച്ചാൽ ദരിദ്രനെ അവൻ കുപ്പയിൽ നിന്ന് ഉയർത്തും. ഹല്ലേലൂയ. സ്തോത്രം. 32-7 വായിച്ച സങ്കീർത്തനം. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. കുഞ്ഞുങ്ങൾ പെട്ടെന്ന് എടുക്കണം. ഇവിടെ ബൈബിൾ റെഫറൻസിന് മാർക്ക് പഠിക്കാൻ നിങ്ങൾ ജഗപക എന്ന് പറഞ്ഞിട്ടാണ് പുസ്തകം മറക്കുന്നത്. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസകോശം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഇത് മനസ്സിലായി, ഇന്നത്തെ ആരാധന സക്സസ് ആയി. ഇത് മനസ്സിലായി, ദൈവത്തോടു കൂടിയുള്ള വാസം സക്സസ് ആയി. കഷ്ടത വരട്ടെ, പ്രശ്നം വരട്ടെ, പ്രതിസന്ധി വരട്ടെ, ദൈവമാണ് നിന്റെ മറവിടമെന്ന് ഈ പകൽ ഹൃദയത്തിനകത്ത് ഉറപ്പിച്ചാൽ അടുത്ത വാക്യം പറയുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് എന്ത് ചെയ്യും? സൂക്ഷിക്കും. അങ്ങനെയല്ലേ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ വചനം അങ്ങനെയല്ലേ? കഷ്ടത്തിൽ നിന്ന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? കൈവിടുമെന്നാണ് പറഞ്ഞേ? അല്ലെന്ന്, സൂക്ഷിക്കുമെന്ന്. അപ്പോൾ സൂക്ഷ്മതയുടെ ആവശ്യമുള്ള, നിന്നെ സൂക്ഷിക്കേണ്ട,
കഷ്ടത പോലും കടന്നു വന്നാൽ സ്വർഗത്തിലെ ദൈവം നിന്റെ മറുപടമാണെങ്കിൽ അവൻ നിന്നെ സൂക്ഷിക്കുക മാത്രമല്ല രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നിന്നെ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? ചുറ്റിക്കൊള്ളും, ചുറ്റിക്കൊള്ളും, ചുറ്റിക്കൊള്ളും. ആമേൻ, ചുറ്റുക. ആമേൻ, ഹല്ലേലൂയ. എൻകാമിങ് എന്താണ് പറയുന്നത്? നിനക്ക് ചുറ്റും. ആമേൻ, നിന്റെ പാളയത്തിന് ചുറ്റും. ആമേൻ, സ്തോത്രം. ഇന്ന് പറയുമ്പോൾ നിന്റെ ഭവനത്തിന് ചുറ്റും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു അനർത്ഥവും കടന്നു വരികയില്ല. അത്യുന്നതനാ നിന്റെ ആമേൻ വാസസ്ഥലമാക്കിയിരിക്കുന്നുവെങ്കിൽ അവൻ്റെ മറവിലാണെങ്കിൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. കാരണം സ്വർഗം നിന്റെ ഭവനത്തെ ചുറ്റിയിട്ടുണ്ട്. കുഞ്ഞിനെ പ്രാർത്ഥിച്ച് സ്കൂളിലോട്ട് അയക്കുമ്പോൾ അതിന് ചുറ്റും ആമേൻ ദൈവ സാന്നിധ്യം ചുറ്റുന്നുണ്ട്. നീ വാഹനം ഓടിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാ വാഹനം എടുക്കുന്നതെങ്കിൽ സ്വർഗീയ സാന്നിധ്യം നിന്നെ ചുറ്റുന്നുണ്ട്. ആമേൻ, നീ യാത്ര ചെയ്യുമ്പോൾ, നീ മിനിസ്ട്രിക്ക് പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, സ്വർഗീയ സാന്നിധ്യം നിന്നെ ചുറ്റുന്നുണ്ട്. ഈ ചുറ്റുന്നവൻ എന്ത് ചെയ്യും? ആമേൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കും. ഈ ചുറ്റുന്നവൻ എന്ത് ചെയ്യും? ഗത്സമനയുടെ അനുഭവം കടന്നു വരുമ്പോഴും തകരുകയില്ല. പിന്നെയോ ദൂതൻ ഇറങ്ങി വരും. ഓ ഗ്ലോറി, ഹല്ലേലൂയ. ഗത്സമനയിൽ എല്ലാം കൈവിടപ്പെട്ടു. രക്തത്തുള്ളികൾ ആമേൻ, ഹല്ലേലൂയ, അത് വിയർപ്പ് കണങ്ങളെ പോലെ പൊടിയുമ്പോൾ സ്വർഗം പറഞ്ഞു ആമേൻ തൻ്റെ ദൂതനെ അവൻ ഇറക്കി കൊടുക്കും. കാരണം എന്താ? ആമേൻ, യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞാൻ ഭൂമിയിൽ കടന്നു വന്നിരിക്കുന്നു. അവൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ കഷ്ടതയുണ്ട്. പക്ഷെ ആ കഷ്ടതയുടെ നടുവിൽ അവന്റെ രക്ഷ എന്നെ ചുറ്റിക്കൊള്ളുമെന്ന് പറഞ്ഞാൽ അവന് ദൂതൻ ഇറങ്ങി വന്ന് എന്നെ ബലപ്പെടുത്തുമെന്ന്. ബലഹീനമായിരിക്കുമ്പോൾ, അവൻ ക്ഷീണതയായിരിക്കുമ്പോൾ, പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ പകൽ ഒരു ഉറപ്പ് നിന്റെ ഹൃദയത്തിനകത്ത് വരട്ടെ. നിന്നെ ചുറ്റി അവന്റെ ദയ നിന്നെ പരിപാലിക്കും. അല്ലേ? ആ വാക്യം അങ്ങനെയല്ലേ? അവന്റെ ദയ എന്നെ ചുറ്റി പരിപാലിക്കും. അവൻ്റെ ദയ ചുറ്റി പരിപാലിച്ചത് കൊണ്ടാണ് ഇന്ന് ഉച്ചത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ ദൈവസന്നിധിയിലായപ്പോൾ ദൈവമടയാകിയത്. ആ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടുന്ന കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾക്കൂടെ വിരാമം കുറിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്യുന്നതൻ നമ്മുടെ മറവിടമാകുന്നു. ഈ പകൽ അവൻ്റെ മറവിലാണ് മറഞ്ഞതെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, അനർത്ഥങ്ങൾ ആമേൻ കടന്നു പോകുമ്പോഴും അവൻ നിന്നെ മറയ്ക്കും. സംഹാരദൂതൻ ആമേൻ മിസ്രൈമിൻ്റെ ഓരോ ഭവനങ്ങളിലും സംഹാരം നടത്തുമ്പോഴും കുഞ്ഞാടിൻ്റെ രക്തത്തിൽ മറഞ്ഞ ഭവനങ്ങളുടെ മേൽ സംഹാരകൻ കയറിയില്ല. ആമേൻ, സ്തോത്രം. ആ കുടുംബങ്ങളുടെ മിടുക്കോ ആ കുടുംബങ്ങളുടെ മഹിമയൊന്നുമല്ല. പിന്നെയോ ആമേൻ കുഞ്ഞാടിൻ്റെ രക്തത്താൽ മുദ്രയിട്ടത് കൊണ്ടാ. അങ്ങനെയെങ്കിൽ ഈ പകൽ കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ ആമേൻ രക്തത്താൽ മുദ്രയിടപ്പെട്ട അങ്കി അലക്കി വെളുപ്പിച്ച ആമേൻ നിന്നെ ശത്രു തൊടുകയില്ല, താളടിയാക്കുകയില്ല. അവന്റെ ദയ നിന്നെ ചുറ്റി പരിപാലിക്കും. ദൈവം നമ്മെ തുടർന്ന് സഹായിക്കട്ടെ. കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് പഠിച്ച മനപ്പാഠ വാക്യങ്ങൾ സഭയുടെ മുമ്പിൽ പ്രസ്താവിക്കാം. കുഞ്ഞുങ്ങളെ അതിനായിട്ട് ക്ഷണിക്കുന്നു.